ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു മണി ബോച്ചാണ്. അത് നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാനൊരു A4 എടുത്തിട്ടുണ്ട്. ഈ A4 2 പീസായി മുറിച്ചു. നമുക്കിപ്പോൾ ഒരു പീസ് മാത്രം മതി. നമ്മൾ ഒരു പീസ് എടുത്തു. ഇതിനെ നമ്മൾ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്ത് നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തലയ്ക്ക് നമുക്ക് ഈ പേപ്പർ ബോച്ച് അടക്കണ്ടേ, പൂട്ടി വെക്കാൻ നമുക്ക് വേണ്ടി അതിനായിട്ട് ഞാനൊരു ഒന്നിങ്ങനെ ജസ്റ്റ് സൈഡ് മുറിച്ചിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതാ നമ്മൾ ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ മുറിച്ചെടുക്കുകയാണ് വേണ്ടേ. ഓക്കെ, നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മുറിച്ച പീസ് നമുക്ക് വേണ്ട, അത് നമ്മൾ മാറ്റി വെച്ചേ. എന്നിട്ട് നമ്മൾ ഈ 2 സൈഡും നമ്മൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് മടക്കി കൊടുക്കുക, വെട്ടി കൊടുക്കുക കേട്ടോ. മടക്കി കൊടുക്കല്ല, വെട്ടി കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ വെട്ടിക്കൊടുക്കണേ. ഓക്കെ, നമ്മളിതാ ഇതേപോലെ വൃത്തിക്ക് വെട്ടിക്കൊടുത്തു. ഇനി നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് വൃത്തിയായോന്ന്. ഓക്കെ, വൃത്തിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യത്തിലുള്ള വൃത്തിക്കായി. ഇനി നമുക്ക് 2 സൈഡ് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് പശ എടുത്തു. രണ്ട് സൈഡ് കേട്ടോ, മോൾ ഭാഗത്ത് പശാക്കി കൊടുക്കരുത്, അടിഭാഗത്തും സൈഡ് ഭാഗത്തും മാത്രം പശ ആക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒട്ടിക്കാം. ഓക്കെ, നമ്മളിതാ ഒട്ടിച്ചെടുത്തു കേട്ടോ. ഇനി നമ്മൾ മുകളിലത്തെ ഭാഗം ഒന്ന് വൃത്തിക്കൊന്ന് മടക്കി വെക്കണം കേട്ടോ. ഓക്കെ, നമ്മളിതാ വൃത്തിക്ക് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണേ. ഓക്കെ, അതിനായിട്ട് ഞാൻ സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഈ സെല്ലോ ടേപ്പ് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിതാ ഇതേപോലെ തുറക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഞാൻ ആദ്യം ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സിൻ്റെ സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യം ഒരു ഗേളിനെയാണ് ഒട്ടിച്ചത്. പിന്നെ എനിക്കൊരു ഗേളിനെ തന്നെ എടുക്കണം പൂതി. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഗേളിനെ തന്നെ എടുത്തു കേട്ടോ. ഓക്കെ, ഒരു ഗേൾ ഈ സൈഡിൽ ഒട്ടിച്ചു, മറ്റേ ഗേളിനെ ഈ സൈഡിൽ ഒട്ടിക്കാം. ഓക്കെ, 2 സൈഡിൽ ഒട്ടിച്ചു. ഇനി നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ. ഓക്കെ, ഞാൻ അതൊരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം, നടുവിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ. ഇത് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാൻ ഞാൻ ഈ സ്റ്റിക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഞാനിതാ ആ സ്റ്റിക്കർ പറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ നമ്മളിതാ ഇങ്ങനെയൊക്കെ ഒട്ടിച്ചു കൊടുത്തു. ഗൈസ്, പണിപ്പാളി, തുറക്കാൻ കിട്ടിയില്ല. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തൊട്ടിക്കേണ്ട അവസ്ഥ വന്നു, പൂട്ടേണ്ട അവസ്ഥ വന്നു. ഓക്കെ, ഇതാണ് നമ്മളെ മണി പോച്ച്. അപ്പോൾ എൻ്റെ മണികളൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കല്ലേ കേട്ടോ. ബൈ ബൈ.